ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള സ്വനങ്ങൾ ഒന്ന് രായാണ്, പിന്നെ ഒന്ന് റായാണ്. രായും റായും മലയാളത്തിൽ കരയും കറയും തമ്മിൽ വ്യത്യാസമുണ്ട്. അരിഞ്ഞു എന്ന് പറയുന്നതും അറിഞ്ഞു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് മലയാളം അറിയാം എന്ന് പറയുന്നതിന് പകരം എനിക്ക് മലയാളം അരിയാം എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ മലയാളം അരിയായിരിക്കും ചിലരൊക്കെ ചെയ്യുന്നത്, പക്ഷേ എങ്കിൽ പോലും അതങ്ങനെ പറയാതിരിക്കുകയാണ് നല്ലത്. അറിയാം എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കണം. രായും റായും, രായും റായും ഇങ്ങനെ വ്യത്യാസമുള്ള ഒരു ഭാഷയും മലയാളമാണ്. മറ്റ് പല ഭാഷകളിലും ഇങ്ങനെ രണ്ട് തരം റാ ഇല്ല. അപ്പോൾ ഹനുമാൻ തന്നെ, ഞാനെപ്പോഴും ഹനുമാനെ പറ്റി ആലോചിക്കാറുണ്ട് ഈ രായും റായുടെയും കാര്യത്തിൽ. നമ്മൾ രാമായണം വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ എന്നായിരിക്കും വായിക്കുന്നത്. അല്ലാതെ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ എന്നൊരാൾ വായിച്ചു തുടങ്ങിയാൽ അത് കേട്ടിരിക്കാൻ മലയാളിക്ക് സഹിക്കില്ല. അപ്പോൾ രാ എന്ന് പറയുന്നിടത്ത് വേണ്ടിടത്ത് റാ എന്ന് പറയരുത് എന്നുള്ളതും മലയാളിയുടെ വ്യാകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ മലയാള വ്യാകരണം എന്നല്ല പറഞ്ഞത്, മലയാളിക്ക് ഒരു വ്യാകരണമുണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും മസ്തിഷ്കത്തിൽ ദൃഢമായിട്ട് ഉറച്ചിരിക്കുന്നതാണ്. ഇത് ഒരു വ്യാകരണ പുസ്തകവും നമ്മൾ പഠിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. കൊച്ചു കുട്ടികൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. കുട്ടികൾ തൊട്ടിലാട്ടുകയാണെങ്കിൽ മലയാളി ആയിട്ടുള്ളൊരമ്മ എങ്ങനെയാണ് തൊട്ടിലാട്ടുന്നത്? രാരാരോ രാരിരരോ രാരാരോ രാരിരരോ എന്നാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പല ആൺകുട്ടികളും പുറത്തൊക്കെ പോയി അവിടുന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവിടുന്ന് മദാമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ മദാമ്മയ്ക്ക് ഇവിടെ ഉള്ള മലയാളിയെ പോലെ തന്നെ പെരുമാറണമെന്ന് തോന്നും. അപ്പോൾ എന്ത് സംഭവിക്കും? അവളെന്ത് ചെയ്യും? ഈ താരാട്ട് പഠിക്കും. എന്നിട്ട് അവൾ പക്ഷേ പാടുന്നത് റാ റാ റോ റാറിറോ എന്നായിരിക്കും. ഈ റാറാറോ റാറിറോ എന്ന് പാടിക്കഴിഞ്ഞാൽ കുട്ടി മലയാളി കുട്ടിയാണെന്നുണ്ടെങ്കിൽ മലയാളിത്തം ആ കുട്ടിയിൽ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഉറങ്ങൂല്ല എന്ന് മാത്രമല്ല തൊട്ടിൽ നിന്ന് ചാടി എണീറ്റ് ഓടും എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇതാണ് രായും റായും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഹനുമാൻ്റെ കാര്യം ഞാൻ പറയാൻ തുടങ്ങി, അത് ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ കേരളത്തിൽ വരുമ്പോഴാണ് ഹനുമാൻ രാമ 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 എന്ന് പറയുന്നത്, അല്ലേ? കല്യാണ സൗഗന്ധിക കഥകളിയിൽ ശ്രീരാമ എന്ന് ആണ് ഹനുമാൻ പറയുന്നതായിട്ട് പാടുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് പോയ ഉടനെ തന്നെ ഹനുമാൻ റാം 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 ജയ് റാം എന്നേ പറയുള്ളൂ. അപ്പോൾ കേരളത്തിനകത്ത് രായും കേരളത്തിന് പുറത്ത് റായും ആണ്. മലയാളിക്ക് വേറൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവനവൻ്റെ ഭാഷയും അവനവൻ്റെ അമ്മയുടെ ഡ്രസ്സും ഒന്നും മലയാളിക്ക് അത്ര ഇഷ്ടമല്ല. അമ്മ ചുരിദാർ ഇടാത്തത് എന്നാണ് പല മലയാളികളുടെയും സങ്കടം. പണ്ട് റൗക്കയൊക്കെ ആയിരുന്നു അമ്മമാരിട്ടിരുന്നത്. അതും കഴിഞ്ഞിട്ട് അവർ ബ്ലൗസ് അണിഞ്ഞു, ഇല്ല ഇനിയിപ്പോൾ സാരി ഉടുത്തു, പിന്നെ ഇപ്പോൾ ചുരിദാർ ആയിരുന്നെങ്കിൽ എന്ന് പല ചെറുപ്പക്കാരും അമ്മയെപ്പറ്റി ചിന്തിക്കാറുണ്ട്. അതുപോലെയാണ് പേരുകൾ. നമ്മൾ ജയരാമൻ എന്ന് ആയിരിക്കും, പക്ഷേ അതിപ്പോൾ ജയറാം എന്നാകുന്നു, ഇല്ലേ? അപ്പോൾ ഈ രാമനെ പിടിച്ച് റാം ആക്കിയാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഞാനപ്പോൾ ദീർഘമായിട്ട് രായെപ്പറ്റിയും റായെപ്പറ്റിയും സംസാരിക്കുന്നില്ല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രായുടെയും റായുടെയും കാര്യത്തിൽ. ഈ രായൻ റായ് ഉച്ചരിക്കുമ്പോൾ നാവിനെന്ത് സംഭവിക്കുന്നു എന്ന് കൂടി നമുക്ക് ഒന്ന് നോക്കാം. റാണ് കുറച്ചുകൂടെ നല്ലത് പഠിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ എന്ന് ഉച്ചരിക്കുമ്പോൾ ഈ നാവ്
എൻ്റെ തുമ്പ് ഈ വായുടെ മേൽത്തട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. മറ്റതാണെങ്കിൽ എന്ന്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എന്നും നമ്മൾ പറയാറില്ല. സാധാരണ മലയാളം പറയുമ്പോൾ റായും പറയുമ്പോൾ ഒരൊറ്റ തവണ ഈ മേളിൽ ചെന്ന് ഒന്ന് തൊടുന്നു, ഒന്ന് വിടുന്നു, അത്രയേ ഉള്ളൂ. എന്ന് പറയാറില്ല. കറ എന്നാരും പറയില്ല, കറ എന്നേ പറയുള്ളൂ. കര എന്ന് പറയില്ല, കര എന്നേ പറയുള്ളൂ, ഇല്ലേ? അപ്പോൾ ഇതിന് ഒരു സാങ്കേതിക സംജ്ഞയുണ്ട്. അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല, എങ്കിലും വേണമെങ്കിൽ ശ്രദ്ധിക്കാം. ഉൽക്ഷിപ്തം എന്നാണ് പറയുക. ഉൽക്ഷിപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിൻ്റെ തുമ്പ് മേലോട്ടൊന്ന് പോയിട്ട് പെട്ടെന്ന് തൊട്ടിട്ട് താഴേക്ക് വരിക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 2 ഉൽക്ഷിപ്ത സ്വരങ്ങളും മലയാളത്തിലുണ്ട്.